ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു, ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. നിനവയെക്കുറിച്ചുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ വേദപുസ്തകത്തിൽ 2 എണ്ണമുണ്ട്. ഒന്ന് യോന പ്രവാചകൻ്റെ പുസ്തകം, രണ്ടാമത്തേത് നഹൂം പ്രവാചകൻ്റെ പുസ്തകം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, യോന പ്രവാചകൻ്റെ പുസ്തകം BC 8-ാം നൂറ്റാണ്ടിലാണ് എഴുതിയതെന്ന്. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 150 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് നഹൂം പ്രവാചകൻ്റെ പുസ്തകം എഴുതുന്നത്. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ കൊടുങ്കാറ്റിനെക്കുറിച്ച് ഒരു സൂചന കാണാം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്നാണ് നാം അവിടെ വായിക്കുന്നത്. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. 2 പുസ്തകത്തിലും, യോനയുടെ പുസ്തകത്തിലും നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിലും കൊടുങ്കാറ്റിനെക്കുറിച്ചുള്ളതായ സൂചനയാണ് തരുന്നത്. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ അക്ഷരീയമായി ഒരു കൊടുങ്കാറ്റ് ഉണ്ടായതായി തന്നെ പറയുന്നു. പെരുങ്കാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രകൃതിയുള്ളതായ കൊടുങ്കാറ്റിനെക്കുറിച്ച് മാത്രമല്ല, പ്രകൃതിയുള്ളതായ വളരെ ചെറുതെന്നും നിസ്സാരമെന്നും കരുതുന്നതായ ചില വസ്തുക്കളെ കൂടി ദൈവത്തിൻ്റെ പ്രവാചകന് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും തിരുത്തുവാനുമായി നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, വളരെ നിസ്സാരമെന്ന് നാം കരുതുന്ന ആവണക്ക്, മാത്രമല്ല വളരെ നിസ്സാരമെന്ന് നാം കരുതുന്നതായ പുഴു, പിന്നെ മന്ദമായി വീശുന്ന കിഴക്കൻ കാറ്റ് എന്നിവയെല്ലാം യോന പ്രവാചകൻ്റെ ജീവിതത്തിൽ ദൈവം ചില പാഠങ്ങൾ പഠിക്കുന്നതിന് പ്രവാചകന് നൽകുന്നതായി നാം കാണുന്നു. ചില പാഠങ്ങൾ പ്രവാചകന് നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ പ്രകൃതിയിലുള്ളതായ അനേകം സംഭവങ്ങളും കാര്യങ്ങളും വസ്തുതകളും നമുക്ക് പലതും പഠിക്കുവാനും ചിന്തിക്കുവാനും തിരുത്തുവാനും വക തരുന്നവയാണ്. 1-ാം അധ്യായത്തിൽ തന്നെ 4-ാം വാക്യത്തിൽ വലിയൊരു പെരുങ്കാറ്റിനെക്കുറിച്ച് പറഞ്ഞു. 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു മഹാമത്സ്യത്തെക്കുറിച്ച് പറഞ്ഞു. കൊടുങ്കാറ്റ്, മഹാമത്സ്യം, ആവണക്ക്, പുഴു, കിഴക്കൻ കാറ്റ്, ഈ 5 വസ്തുതകൾ, ഇവയോരോന്നും പ്രവാചകനെ ആത്മീയമായ അനുഭവത്തിൻ്റെ പക്വതയിലേക്ക് വളർത്തുന്നതിന് വേണ്ടി ദൈവം ഒരുക്കുകയായിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ നിസ്സാരമെന്ന് നാം കരുതുന്നതായ ചില കാര്യങ്ങൾ നമ്മെ തന്നെ കാണാനും നമ്മെ തിരുത്താനും നമ്മുടെ സ്വഭാവത്തിൻ്റെ മാലിന്യം തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ പാകപ്പിഴകൾ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ പരുവപ്പെടുത്താനും നമ്മെ സഹായിക്കുന്നവയാണ്. യോന പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ ചെറിയ 4 അധ്യായങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ ബന്ധനം എന്താ എന്ന് നമുക്ക് മനസ്സിലാകും. പ്രവാചകനാണെങ്കിൽ പോലും വലിയ ബന്ധനമുണ്ട്. പ്രവാചകനാണെങ്കിൽ പോലും ജീവിതത്തിൽ വളരെ ഗൗരവമേറിയ ചില പാപങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ അടിസ്ഥാനം ഒറ്റ വാക്കിൽ പറയാം, സ്വയം. ഞാൻ എന്ന ഭാവം, എൻ്റേത്, എൻ്റെ ശുശ്രൂഷ, എൻ്റെ അഭിപ്രായം, എൻ്റെ ശരി, എൻ്റെ പ്രസംഗം, എൻ്റെ സുഖങ്ങൾ, ഞാൻ എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ളതായ സ്വയത്തിൽ വ്യാപരിക്കുന്നതായ പാപമയമായ പ്രകൃതിയെയാണ് യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിച്ച്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. സെൽഫ് സെൻറ്റേഡ്നെസ്, സ്വയകേന്ദ്രീകൃതമായ ജീവിതം, തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്നെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ജീവിതം നിൽക്കുന്നത്, എന്നിലേക്ക് കേന്ദ്രീകരിച്ചാണ് എൻ്റെ ഗതികൾ പോകുന്നത്. എൻ്റെ എല്ലാ ആത്മീയമായ പ്രവർത്തനങ്ങളുടെ പോലും പിന്നിൽ ഒരു ഞാനുണ്ട്, ഒരഹമുണ്ട്. അഹം, ഒരു സ്വയമുണ്ട്, ഒരു ഇഗോയുണ്ട്, ഒരു സെൽഫുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നാം ഈ മഹാപാപത്തിൻ്റെ ഗൗരവം എന്ത് എന്ന് പക്ഷേ നാം ഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പഴയ നിയമം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് മഹാഘോരമായ പാതകങ്ങൾ ചെയ്തതായി നാം വായിക്കുന്നുണ്ട്. ദാവീദ് വ്യഭിചാരം ചെയ്തു, ദാവീദ് കൊലപാതകം ചെയ്തു, ദാവീദ് വ്യാജം കാണിച്ചു, ദാവീദ് കാപട്യം കാണിച്ചു, ദാവീദ് തന്ത്രങ്ങളും കൗശലങ്ങളും നെയ്തുണ്ടാക്കി. ദാവീദിന് കുറ്റബോധം ഉണ്ടായില്ല. ദാവീദ് കൊടും ക്രൂര പാതകങ്ങൾ ചെയ്തിട്ടും മദ്യപാനം ചെയ്യിച്ചിട്ടും ദാവീദിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ ദാവീദിന് മുൻപ് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗൽ ദൈവം ആശ വെച്ച് വിളിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ടുവന്ന ശൗൽ രാജാവ് ഇതുപോലെ വ്യഭിചാരം ചെയ്തതായി നാം കാണുന്നില്ല, കാപട്യം കാണിച്ചതായിട്ട് നാം കാണുന്നില്ല. ഒരസൂയ, ദാവീദിനോട് അസൂയയുണ്ടായി. ദാവീദിനെ വകവരുത്താൻ ആഗ്രഹിച്ചത് പോലും ആ അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ്. ശൗൽ രാജാവിന് ദാവീദിനുള്ളതായ അസൂയ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ വ്യാപരിച്ചതായ വസ്തുത എന്താണ്? ശൗൽ രാജാവിൻ്റെ സ്വയമാണ്, സ്വന്തം അഭിപ്രായം. ശമൂവേൽ പ്രവാചകൻ്റെ അഭിപ്രായത്തിന് വഴങ്ങാൻ പറ്റാതെ വന്നതായ ഒരാത്മീയമായ അഹന്ത. ശമൂവേൽ പ്രവാചകനിൽ കൂടി ദൈവം നൽകിയതായ വചനം സമ്പൂർണ്ണമായി അനുസരിക്കാൻ മടി കാണിക്കത്തക്കവണ്ണുള്ളതായ ഒരു സ്വയകേന്ദ്രീകൃതമായ ജീവിതം, അതായിരുന്നു ശൗലിന് പറ്റിയ അപകടം. ശൗൽ രാജസ്ഥാനത്ത് നീക്കപ്പെട്ടു. വളരെ സങ്കടകരമായ കാര്യമാണ് ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നു. ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നു. രണ്ടാമത്തെ പുസ്തകം, ശമൂവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഒന്നാം അധ്യായം കഴിയുമ്പോൾ നാം വായിക്കുന്നു, വീരന്മാർ പട്ടുപോയതെങ്ങനെ, ബലശാലികൾ വീണുപോയതെങ്ങനെ, വീരന്മാർ യുദ്ധമധ്യേ പെട്ടുപോയതെങ്ങനെ, ഗത്തിലത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ, അഗ്രകർമ്മികളുടെ കന്യകമാർ ആനന്ദിക്കരുതേ. കരയുകയാണ് ദാവീദ്. ശൗലിൻ്റെ വീഴ്ചയ്ക്ക് കാരണം ശൗലിൻ്റെ സ്വയമായിരുന്നു. സ്വയം എന്നൊരു പാവം ഉണ്ട് എന്ന് മനസ്സിലാക്കി എളിമപ്പെടാൻ ശൗലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപകടം പറ്റിയത്. ദാവീദിന് പ്രകടമായ പാവം ഉണ്ടായിരുന്നു, പക്ഷേ ദാവീദ് അനുദപിച്ചു, ദാവീദിന് മനംതിരിയാൻ സാധിച്ചു. സ്വയം എന്ന മഹാദോഷമുള്ള പാതകം, സ്വയം എന്ന ഭീകരമായ പാപം, അതുള്ളത് നാം അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അനുതാപം വരാത്തത്. ആ പാപത്തിനത്ര തന്നെ ഗൗരവം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് അനുതാപം വരാത്തത്. അതുകൊണ്ടാണ് കുറ്റബോധം വരാത്തത്. ഇവിടെ യോനാ പ്രവാചകനെ പറ്റിയ അപകടം അതാണ്. യോനാ പ്രവാചകന് സ്വയം ഉണ്ടായിരുന്നു, സ്വയം, സെൽഫ് സെൻറ്റേഡ്നെസ്, സ്വയകേന്ദ്രീകൃതമായ പ്രവണത. യോന എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിയിട്ട് നിനവയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോകാൻ പുറപ്പെട്ടത്? ദൈവം കൽപ്പിച്ചത് നിനവയിലേക്ക് പോകാനാണ്. നിനവയിലേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചു. യോന നേരെ പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിൽ കയറി. നിനവെ കിഴക്ക്, തർശീസ് പടിഞ്ഞാറ്. ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് പോകുന്ന കപ്പൽ കയറി മധ്യധരണിക്കടലിൽ കൂടെ ആ കപ്പൽ പടിഞ്ഞാറോട്ട് പോവുകയാണ്. എന്താണ് യോനയ്ക്കുണ്ടായ ആ ചിന്താഗതിയുടെ പിന്നിലുള്ളതായ ചേതോ വികാരം? എന്തായിരുന്നു അത്? ഞാൻ ചെന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേട്ട് ജനം മാനസാന്തരപ്പെടും. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് നിനവേക്ക് വിരോധമായി പ്രസംഗിക്കാനാണ് ദൈവം എന്നെ ഫലമേൽപ്പിച്ചത്. ഞാൻ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ജനം അനുദപിക്കും. ജനം അനുദപിക്കുമ്പോൾ ദൈവം ശിക്ഷ മടക്കിക്കളയും. അപ്പോൾ എൻ്റെ വാക്കിന് വിലയില്ലാതാകും, എൻ്റെ വാക്കിന് ഒരു പ്രാധാന്യമില്ലാതാകും, ഞാൻ വിലകെട്ടവനായി പോകും. എത്ര
പരമദയനീയമായൊരു കാഴ്ചപ്പാടാണ് യോനായ്ക്കുണ്ടായത്. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത്, അവർക്ക് വരാനുള്ള അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, ആ അനർത്ഥം വരുത്തിയതുമില്ല എന്ന് നാം വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ചിട്ട് 4-ാം അധ്യായം ആദ്യ ഭാഗം കൂടി നമുക്ക് വായിക്കാം. 10-ാം വാക്യം, 3:10. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന്, നിനവെയുള്ള ജനം ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അനർത്ഥം വരുത്തിയതുമില്ല. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അടുത്ത വാക്യം, അവന് കോപം വന്നു. അവന് കോപം വന്നു. ജനത്തിന് അനുതാപം വന്നപ്പോൾ യോനയ്ക്ക് കോപം വന്നു. യോന് ആ മനോഭാവത്തിൽ തെറ്റുപറ്റിയെന്ന് ചിന്തിക്കുന്നില്ല. യോനയുടെ മനോഭാവം എന്താണ്? ജനത്തോട് വചനം പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത്രയ്ക്കേ ഉള്ളൂ. ജനത്തെക്കുറിച്ചുള്ളതായ ഭാരമില്ല, ജനത്തെക്കുറിച്ചുള്ളതായ വേദനയില്ല. ഒരു വാക്കനുസരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് യോന പറയുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുമോ ഈ കാര്യം? നമ്മിൽ എല്ലാവരിലുമുണ്ട് ഒരു സ്വയം. എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. എത്രത്തോളം അത് വർദ്ധമാനമായിരിക്കും എന്നുള്ളതാണ് വിഷയം, എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നുള്ളതാണ് വിഷയം. നമ്മിൽ എല്ലാവരിലുമുണ്ടൊരു സ്വയം. എന്നാൽ യോനായ്ക്ക് പറ്റിയ അപകടം, സ്വയം എന്നുള്ളൊരു പാപം, അത് മഹാപാപമാണെന്ന് യോന മനസ്സിലാക്കിയില്ല. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടേതായ സ്വയം നിങ്ങളെ നശിപ്പിക്കുന്നൊരു മഹാപാപമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിവിധ രംഗങ്ങളിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കും. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്, കൂട്ടായ്മകൾ നടത്തുന്നവരുണ്ട്, സാക്ഷ്യം പറയുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ആളാമ്പ്രതി വേല ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും പിന്നിലൊരു സ്വയമുണ്ടോ? എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ സ്ഥാനം, എൻ്റെ മാനം, എൻ്റെ വില, എൻ്റെ നില, എൻ്റെ മഹത്വം, എൻ്റെ പ്രതാപം, എൻ്റേത് എന്നുള്ള ഒരു പ്രത്യേക ചിന്താഗതി, ഒരു സ്വയപ്രമാണിത്വം, സ്വയപ്രാധാന്യം, സെൽഫ് സിഗ്നിഫിക്കൻസ്, സെൽഫ് പ്രോമിനൻസ്, സെൽഫ് ഇമ്പോർട്ടൻസ് എൻ്റെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. ഒരു സെൽഫ് പ്രോമിനൻസ് ഉണ്ടോ? എൻ്റെ പ്രസംഗം നന്നാകണം, എൻ്റെ സാക്ഷ്യം നന്നാകണം, എൻ്റെ പാട്ട് നന്നാകണം, എന്നെ എല്ലാവരും അഭിനന്ദിക്കണം, എന്നെ എല്ലാവരും അനുമോദിക്കണം, എൻ്റെ സ്ഥാനം. യോനയ്ക്ക് ജനത്തെക്കുറിച്ചുള്ളതായ ഭാരമുണ്ടായില്ല, ജനത്തെക്കുറിച്ച് ഭാരമുണ്ടായില്ല. ജനം നശിക്കുന്നല്ലോ, അയ്യോ 40 ദിവസം കഴിഞ്ഞാൽ ജനം ഉന്മൂലമാകുമല്ലോ. ദൈവത്തിൻ്റെ ഭാവം ഉൾക്കൊള്ളാൻ ദൈവപുരുഷന് കഴിഞ്ഞില്ല. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിനെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കെടുതി ദൈവത്തിൻ്റെ ഭാവം നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഭാവം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ജനത്തിൻ്റെ തിരിവിന് വേണ്ടിയുള്ളതായ ആഗ്രഹം, ജനത്തിന് വേണ്ടിയുള്ളതായ ദാഹം, നാശത്തിലേക്ക് പോകുന്ന ജനത്തെ എങ്ങനെ രക്ഷിക്കേണ്ടു എന്നുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാഹം. പ്രിയപ്പെട്ടവരെ, അതില്ലാതെയാണ് അനേകർ സുവിശേഷം പറയുന്നത്. ആത്മാക്കളെക്കുറിച്ച് ഭാരമില്ലാതെ വേല ചെയ്യുന്നു, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമില്ല. ഒരു തൊഴിൽ ചെയ്യുന്നത് പോലെ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. പ്രൊഫഷൻ, ഒരു തൊഴിൽ, വളരെ ഉത്സാഹത്തോടെ വേല ചെയ്യുന്നുണ്ട്, ത്യാഗ മനോഭാവത്തോടെ വേല ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയും പിന്നിൽ ഒരു സ്വയമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കാൻ പക്ഷേ പറ്റുമായിരിക്കും. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നാളുകളായി സുവിശേഷ വചനം കേൾക്കുന്ന അനേകരുണ്ട്. പ്രകടമായ പാവങ്ങൾ വിട്ടവരുണ്ട്. മദ്യപാനമില്ല, കഞ്ചാവില്ല, അതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ വിട്ടു. വേണ്ടാത്ത അഴുക്ക് ബന്ധങ്ങളില്ല, ദുർനടപടികളില്ല, പണസംബന്ധമായ ക്രമക്കേടുകളില്ല, അവിശ്വസ്തതയില്ല, സത്യസന്ധതയുണ്ട്, വളരെ കൃത്യതയുണ്ട്, വളരെ ചുമതലാബോധമുണ്ട്, അലസതയില്ല, ഉത്സാഹപൂർവ്വം പ്രവൃത്തി ചെയ്യുന്നവരാണ്, ആരെയും ഉപദ്രവിക്കുന്നതായ ചിന്തയില്ല, പല നല്ല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വേരോടിക്കിടക്കുന്ന, രൂഢമൂലമായിരിക്കുന്ന, ആഴത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പാപമാണ് ഈ സ്വയം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആരംഭകാലം മുതലേ ഞാൻ ദൈവസ്ഥലിരുന്ന് കരയുന്നൊരു പ്രധാന വിഷയമാണിത്. തനിയെ ദൈവസ്ഥലിരുന്ന് കരയുകയാണ്. ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് കോപം വരുന്നതിന് കാരണം ഒരു സ്വയമാണ്. എൻ്റെ ഇമ്പോർട്ടൻസ്, എൻ്റെ പ്രാധാന്യം, എൻ്റെ പ്രമാണിത്വം മറ്റുള്ളവർ അംഗീകരിക്കാതെ വരുമ്പോൾ അപ്പോൾ എനിക്ക് കോപം വരുന്നു. അതിൻ്റെ കാരണം എനിക്കൊരു സെൽഫ് സിഗ്നിഫിക്കൻസ് ഉണ്ട്, സ്വയ പ്രാധാന്യമുണ്ട്. ഈ സ്വയത്തോടുള്ള യുദ്ധമാണ്. റെസിസ്റ്റൻസ് ദ ഡെവിൾ ഹി വിൽ ഫ്ലീ ഫ്രം യു എന്ന് നാം വായിക്കുന്നു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്വയത്തോട് എതിർത്ത് നിൽക്കണം. എൻ്റെ ഒരു ഞാൻ എന്ന് പറയുന്ന ഭാവത്തോട് എതിർത്ത് നിൽക്കണം. യുദ്ധം ചെയ്യേണ്ടതാണ്. യോനാ പ്രവാചകന് അതിനുള്ള യുദ്ധം ചെയ്യാൻ യോനാ പ്രവാചകന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യോനാ പ്രവാചകൻ്റെ പരാജയം. യോനാ പ്രവാചകന് പറ്റിയ പരാജയം നമുക്കാർക്കും വരരുത്. ഓരോന്നിൽ കൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ യോനായോട് ഇടപെട്ടു എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ആ വലിയ കൊടുങ്കാറ്റ് ഊതി യോനായ്ക്ക് ഒരു മാനസാന്തരത്തിന് അത് സഹായകമായി. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്ന ആളുകളുണ്ട്, വലിയ യാതനകൾ നേരിട്ടിയ ആളുകളുണ്ട്, വലിയ ദുരിതങ്ങളിൽ കൂടി കടന്നുപോയവരുണ്ട്, വലിയ കഷ്ടപ്പാടുകളും ഞെരുക്കവുമായി ജീവിതമാകെ അഴന്നുലന്നു വലഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നതായ കഷ്ടപ്പാടുകളെ അതെല്ലാം നന്മയ്ക്കാക്കി എടുക്കാൻ ദൈവം ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കർത്താവിന് ആഗ്രഹമുണ്ട്. കൊടുങ്കാറ്റ് ഊതിയപ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് യോനായെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി യോനായെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കാണുന്ന ദൈവം, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ദൈവപുരുഷനെ സ്നേഹിക്കുന്ന ദൈവം, സകലരെയും സ്നേഹിക്കുന്ന ദൈവം, ജനതയെ സ്നേഹിക്കുന്ന ദൈവം, 1,20,000 ചെല്ലുവാനും ജനങ്ങളുള്ള മഹാനഗരമായ നിനവയിലുള്ള ജനത്തോട് അയ്യോ ഭാവം തോന്നുന്ന ദൈവം. ദൈവം അങ്ങനെയാണ് പറയുന്നത്. 4-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. 1,20,000 ചെല്ലുവാനും ജനങ്ങളുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്നാണ് പറയുന്നത്. ദൈവത്തിന് അയ്യോ ഭാവം തോന്നുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഊതുമ്പോൾ, ചുഴലിക്കാറ്റുകൾ ആഞ്ഞു വീശുമ്പോൾ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്നും എനിക്കെന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ, എനിക്കെന്തെങ്കിലും തിരുത്താനുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതാണ് ആവശ്യമെന്നും ചിന്തിക്കുന്നതിനും തിരുത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? യോനായുടെ ജീവിതത്തിൽ വന്ന കൊടുങ്കാറ്റ് അവന് ചിന്തിക്കുന്നതിന് കാരണമായി തീർന്നു, അവൻ അനുദപിക്കുന്നതിന് കാരണമായി തീർന്നു, അവൻ മാനസാന്തരപ്പെടുന്നതിന് കാരണമായി തീർന്നു, യോനായ്ക്ക് കുറ്റബോധം കിട്ടുന്നതിന് കാരണമായി തീർന്നു. അടുത്ത പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, യോനായുടെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങൾ കൂടി യോന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. യോനയ്ക്ക് അനുതാപം വരാൻ തുടങ്ങി. പക്ഷേ അനുതാപം തൽക്കാലം കിട്ടിയെങ്കിലും പിന്നെയും അനുതാപം മരവിച്ചു പോയത് പിന്നെ തുടർന്ന് നാം കാണുന്നു. അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ യോനാ പ്രവാചകൻ സ്വയത്തിൽ പിന്നെയും കടിച്ചു പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 1-ാം അധ്യായത്തിൽ കൊടുങ്കാറ്റ് ഊതിയപ്പോൾ മാരകമായ വിനകളും ആപത്തുകളും വന്ന് ആഞ്ഞടിച്ചപ്പോൾ യോനാ പ്രവാചകന് ഒരു മനംതിരിവുണ്ടായി. 2-ാം അധ്യായം മനംതിരിവിൻ്റെ പ്രാർത്ഥനയാണ്. 2-ാം അധ്യായം മുഴുവൻ മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥനയാണ്, കുറ്റബോധത്തിൻ്റെ ഏങ്ങലടികളാണ്. വളരെ മധുരതരമായ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നെല്ലാം പഠിക്കാനുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഏങ്ങലടിക്കാനുള്ള വിഷയങ്ങളുണ്ടോ? അനുദപിച്ച് കരയുവാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനുദപിച്ച് കരയുവാൻ ഏതെങ്കിലും വിഷയമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശട്ടെ, കൊടുങ്കാറ്റുകൾ തെറുത്തുയർന്നു വരട്ടെ, കടലോളങ്ങൾ നിങ്ങളുടെ മീതെ ആഞ്ഞു കവിഞ്ഞു വരട്ടെ, കടലിലെ ഓളങ്ങൾ, തിരമാലകൾ ഈ കപ്പലിനെ ഉലയ്ക്കുമാറ് ആഞ്ഞു വീശട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൊടുങ്കാറ്റ് വീശുമ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വഴി കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? എല്ലാവർക്കും വരുന്നത് നന്മയ്ക്കല്ല, എല്ലാവർക്കും സംഭവിക്കുന്നതല്ല നന്മയ്ക്കാണെന്ന് ആരും പറയാൻ പാടില്ല. കാരണം വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല, കർത്താവിൻ്റെ അതിനങ്ങനെ പറയുന്നില്ല. വ്യവസ്ഥയുണ്ട് ആർക്കാണ് നന്മയ്ക്കായിത്തീരുന്നത്. 1, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിത്തീരും. 2, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായിത്തീരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. 1-ാമത്തെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ആ വ്യവസ്ഥയിൽ നിങ്ങൾ ജയിച്ചു എന്ന് പറയാൻ തോന്നുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയാൻ തോന്നുന്നില്ല.
സ്നേഹിക്കുന്നവരെന്ന് ഭാവിക്കുന്നുണ്ടാകും, പക്ഷേ സ്നേഹിക്കുന്നില്ല. സ്വയത്തെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വിളി നിങ്ങളുടെ മേലുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ്. ദൈവം സ്നേഹത്തോടെ നിങ്ങൾ വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? കം ആൻഡ് സീ, ഗോ ആൻഡ് ടെൽ. അതിനാണ് വിളിച്ചിരിക്കുന്നത്. വരിക, കാണുക, പോകുക, പറയുക. കം ആൻഡ് സീ, വന്ന് കാൺമീൻ. ഗോ ആൻഡ് ടെൽ, പോയി പറയുവീൻ. അതിനാണ് വിളിച്ചിരിക്കുന്നത്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന യാതൊരാളും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല, ഈ പറഞ്ഞ വാക്കിൽ നിന്ന് അന്യനല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം കണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഏത് കൊടിയ ആപത്ത് വന്നാലും, ഏത് ഭീകരമായ ദുരിതം വന്നാലും എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കൂ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. ക്രിസ്തുവിനോട് വാക്ക് പറയൂ. യേശുവേ, ഞാനിതാ എന്നെ തന്നെ ഇതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ സ്വയത്തെ തകർക്കണമേ, എൻ്റെ സ്വയത്തെ മരിപ്പിക്കണമേ, എന്നെ നിൻ്റെ വകയാക്കി മാറ്റണമേ. യേശുവേ, എന്നിൽ പ്രവർത്തിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാം. ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വയത്തെ മരിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും നിൻ്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റണമേ. തിരുനാമം ഞങ്ങൾ കൂടി ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.